ഏവർക്കും ഈ സ്കൂളിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് നല്ലൊരു ശുഭദിനം നേരുന്നു. നമ്മൾ ഈ സെക്കൻഡ് ലെവലിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഉത്തരം പറയേണ്ടതും എന്നാണ് പഠിക്കുവാൻ പോകുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കുവാൻ പഠിക്കുമ്പോൾ പ്രത്യേകിച്ചും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലും നിങ്ങൾക്ക് നേരിട്ട് ചോദ്യം ചോദിക്കുവാൻ പ്രയാസമെങ്കിൽ ഈ ട്രിക്സ് നിങ്ങൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ഉപയോഗിച്ച് ചോദ്യം ചോദിക്കാം. കാരണം മറ്റ് ടെൻസുകളിൽ നമുക്ക് ഡയറക്റ്റ് ചോദ്യം ചോദിക്കുവാൻ പേടിക്കേണ്ട. കാരണം ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കേണ്ടുന്ന കാര്യങ്ങൾ അവയിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ മറിച്ച് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും അങ്ങനെയല്ല. അവ മനസ്സിലാക്കിയെടുക്കുവാൻ അല്പം പ്രയാസമാണ്. എങ്കിലും നമുക്ക് ഒരു വാക്കിൻ്റെ 3 രൂപത്തിൽ നിന്നും വളരെ വേഗത്തിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ നിർമ്മിക്കാമെന്ന് ശ്രദ്ധിക്കാം. ഉദാഹരണമായിട്ട് നമുക്ക് സ്പീക്ക്, സ്പീക്സ്, സ്പോക്ക് എന്നീ വാക്കുകൾ എടുക്കാം. സ്പീക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നു, സ്പീക്സ് എന്ന് പറഞ്ഞാലും സംസാരിക്കുന്നു എന്നാണ് അർത്ഥം. സ്പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ചു എന്നാണ് അർത്ഥം. അല്പം കൂടി വിവരിച്ചു പറഞ്ഞാൽ സബ്ജക്റ്റായ ഐ, യു, വി, ദേ, നെയിംസ്, ഹി, ഷി, ഇറ്റ്, നെയിം ഇവയ്ക്ക് ശേഷം സ്പീക്ക്, സ്പീക്സ്, സ്പോക്ക് എന്നിങ്ങനെയുള്ള മെയിൻ വെർബുകളെ കണ്ടാൽ ഇതിൽ ഒരു കാര്യം മറഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കി ഇരിക്കേണ്ടത്. ഇത്തരത്തിൽ മറഞ്ഞിരിക്കുന്ന ആ വാക്കിനെ ഒറ്റ നോട്ടത്തിൽ കണ്ടെത്തിയാൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും വളരെ ഈസിയായിട്ട് ക്വസ്റ്റ്യൻസ് നിർമ്മിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഒന്നാമതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മെയിൻ വെർബുകളുടെ യഥാർത്ഥ രൂപമാണ്. ഡു പ്ലസ് സ്പീക്ക് എന്നത് സ്പീക്ക് ആണ്. അതായത് സബ്ജക്റ്റായിട്ട് വരുന്ന ഐ, യു, വി, ദേ, നെയിംസ് ഇവയ്ക്ക് ശേഷം മെയിൻ വെർബായിട്ട് സ്പീക്ക് എന്ന് കണ്ടാൽ അതിൽ ഡു മറഞ്ഞു കിടപ്പുണ്ട് എന്നതാണ് സത്യം. നമ്മൾ ഉദാഹരണങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഇവ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സ്പീക്സ് എന്ന് കണ്ടാൽ അത് എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നതാണ്. ഡസ് പ്ലസ് സ്പീക്കാണ് സ്പീക്സ് എന്നത്. അതായത് സബ്ജക്റ്റായിട്ട് ഹി, ഷി, ഇറ്റ്, നെയിമിന് ശേഷം വരുന്ന മെയിൻ വെർബായ സ്പീക്സിൽ ഡസ് മറഞ്ഞു കിടപ്പുണ്ട് എന്നതാണ് സത്യം. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സ്പോക്കിൻ്റെ രൂപമാണ്. സ്പോക്ക് എന്നത് സ്പീക്കിൻ്റെ പാസ്റ്റ് രൂപമാണ്. അതായത് ഡിഡ് പ്ലസ് സ്പീക്ക് ആണ് സ്പോക്ക് എന്നുള്ളത്. ക്ഷമിക്കണം, ഡിഡ് പ്ലസ് സ്പീക്ക് എന്നതിൽ സ്പീക്കിൻ്റെ അവസാനം വന്നിരിക്കുന്ന ഈ നിങ്ങൾ ഉപയോഗിക്കേണ്ട. ടൈപ്പ് ചെയ്തപ്പോൾ വന്ന ചെറിയ മിസ്റ്റേക്കാണ്. അല്പം കൂടി വിവരിച്ചു പറഞ്ഞാൽ സബ്ജക്റ്റായ ഐ, യു, വി, ദേ, നെയിംസ്, ഹി, ഷി, ഇറ്റ്, നെയിം ഇവയ്ക്ക് ശേഷം സ്പോക്ക് എന്ന മെയിൻ വെർബ് കണ്ടാൽ സ്പോക്കിൽ ഡിഡ് മറഞ്ഞു കിടപ്പുണ്ട് എന്നതാണ് സത്യം. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നമ്മൾ സ്പീക്ക് എന്ന് കണ്ടാൽ അതിൽ ഡു ഉണ്ടെന്നും സ്പീക്സ് എന്ന് കണ്ടാൽ ഡസ് ഉണ്ടെന്നും സ്പോക്ക് എന്ന് കണ്ടാൽ ഡിഡ് ഉണ്ടെന്നും മനസ്സിലാക്കിയാൽ മതി. ഈ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ
നിങ്ങൾക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ചോദ്യം ചോദിക്കുവാൻ വളരെ എളുപ്പമാണ്. നമ്മൾക്ക് ഈ കാര്യം മനസ്സിലാക്കുവാൻ കഴിയാഞ്ഞതിൻ്റെ കാരണം നമ്മളെ സിമ്പിളായിട്ട് ഉത്തരം പറയുവാൻ പഠിപ്പിച്ചു, എന്നാൽ സിമ്പിളായിട്ട് ചോദ്യം ചോദിക്കുവാൻ പഠിപ്പിച്ചില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ചോദ്യത്തിൻ്റെ അകത്ത് തന്നെ ഉത്തരം ഉണ്ട് എന്നുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടുകയൊന്നും വേണ്ട. നമുക്ക് ഈ സെക്കൻഡ് ലെവലിൽ വളരെ ഈസി ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ പഠിക്കാം. ഇപ്പോൾ നമുക്ക് ചില ഉദാഹരണങ്ങൾ കൂടി പഠിച്ച് ഒരു മെയിൻ വെർബിൻ്റെ അകത്ത് ഡു, ഡസ്, ഡിഡ് ഇവ മറഞ്ഞിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക. ഐ റൺ, അതിൻ്റെ അർത്ഥം ഞാൻ ഓടുന്നു. ഈ റണ്ണിൻ്റെ അകത്ത് ഡു ഉണ്ട്. യു റീഡ്, അതിൻ്റെ അർത്ഥം നീ വായിക്കുന്നു. റീഡിൻ്റെ അകത്ത് ഡു ഉണ്ട്. വി ഈറ്റ്, അതിൻ്റെ അർത്ഥം ഞങ്ങൾ കഴിക്കുന്നു. ഈറ്റിൻ്റെ അകത്ത് ഡു ഉണ്ട്. ദെയ് പ്ലേ, അതിൻ്റെ അർത്ഥം അവർ കളിക്കുന്നു. പ്ലേക്കകത്ത് ഡു മറിഞ്ഞു കിടപ്പുണ്ട്. അതായത് സബ്ജക്റ്റായിട്ട് വരുന്ന ഐ, യു, വി, ദെയ് നെയിംസിന് ശേഷം വരുന്ന മെയിൻ വെർബിൽ ഡു മറിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത ഉദാഹരണങ്ങൾ നോക്കാം. ഹി റൺസ്, അതിൻ്റെ അർത്ഥം അവൻ ഓടുന്നു. ഇവിടെ റൺസിൻ്റെ അകത്ത് ഡസ് ഉണ്ട്. ഷീ റീഡ്സ്, അതിൻ്റെ അർത്ഥം അവൾ വായിക്കുന്നു. റീഡ്സിൻ്റെ അകത്ത് ഡസ് മറിഞ്ഞു കിടപ്പുണ്ട്. ഇറ്റ് വർക്ക്സ്, അതിൻ്റെ അർത്ഥം ഇത് ജോലി ചെയ്യുന്നു. വർക്ക്സിൻ്റെ അകത്ത് ഡസ് മറിഞ്ഞു കിടപ്പുണ്ട്. അതായത് സബ്ജക്റ്റായിട്ട് വരുന്ന ഹി, ഷി, ഇറ്റ്, നെയിം ഇവ വരുമ്പോൾ അതിന് ശേഷം വരുന്ന മെയിൻ വെർബിൽ ഡസ് മറിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റ് ടെൻസിലെ കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിലെ കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. ഐ റാൻ, അതിൻ്റെ അർത്ഥം ഞാൻ ഓടി. അതായത് റാൻ എന്നത് പാസ്റ്റ് ഫോം ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് ഡിഡ് മറിഞ്ഞു കിടപ്പുണ്ട്. യു റെഡ്, അതിൻ്റെ ഉച്ചാരണം റീഡ് എന്നല്ല റെഡ് എന്നാണ്. അതിൻ്റെ അർത്ഥം നീ വായിച്ചു. ഈ റെഡിൻ്റെ അകത്ത് ഡിഡ് മറിഞ്ഞു കിടപ്പുണ്ട്. ഹി ഏറ്റ്, അതിൻ്റെ അർത്ഥം അവൻ കഴിച്ചു. ഈറ്റിൻ്റെ പാസ്റ്റാണ് ഏറ്റ്. അതായത് ഏറ്റ് എന്ന് കാണുമ്പോൾ അതിൽ ഡിഡ് മറിഞ്ഞു കിടപ്പുണ്ട്. ഇറ്റ് വർക്ക്ഡ്, അതിൻ്റെ അർത്ഥം ഇത് ജോലി ചെയ്യുന്നു. വർക്കിൻ്റെ പാസ്റ്റ് ഫോമാണ് വർക്ക്ഡ് എന്നുള്ളത്. അതായത് വർക്ക്ഡിൻ്റെ അകത്ത് ഡിഡ് മറിഞ്ഞു കിടപ്പുണ്ട്. അതായത് സബ്ജക്റ്റായിട്ട് വരുന്ന ഐ, യു, വി, ദെയ് നെയിംസ് ഹി, ഷി, ഇറ്റ് എന്നിവയ്ക്ക് ശേഷം മെയിൻ വെർബ് പാസ്റ്റ് ഫോമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൽ ഡിഡ് മറിഞ്ഞു കിടപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ മനസ്സിലാക്കുവാൻ ചാപ്റ്റർ 7 സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഉദാഹരണത്തിലും അതുപോലെ തന്നെ ചാപ്റ്റർ 16 സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ഉദാഹരണത്തിൽ നിന്നും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഇത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. നമ്മൾ കൂടുതൽ ഉദാഹരണങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഇവ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. നിങ്ങൾ മുന്നോട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുവാൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ സംശയം ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് ഞാൻ
ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഈ കാര്യം നിങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ അധ്യായം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.